ഫാർമർ ഫസ്റ്റ് കേരളം കൃഷിയെയും കർഷകരെയും മറന്നോ എന്നുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഈ കുറച്ച് ചോദ്യങ്ങളായിട്ട് പലരെയും കണ്ടു. പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ ഒരു കർഷകനെ പോലും അല്ലെങ്കിൽ കർഷകൻ്റെ പേര് പോലും പറയാൻ പറ്റാത്ത ആളുകളാണ് ഭൂരിഭാഗവും. ഇത് എന്തിൻ്റെ സൂചനയായിരിക്കും? എന്താണ് സാറിന് തോന്നുന്നത്? ഇത് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് കൃഷിയായിരുന്നു പ്രധാന വരുമാന മാർഗവും അന്തസ്സും. അത് മാറി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്ന മേഖല അതായിട്ട് വന്നു. അതിലേക്കാണ് ആകർഷണം അതിലേക്ക് പോയി. കർഷകരെ മറന്നു കഴിഞ്ഞു. അത് കേരളം മാത്രമല്ല, ലോകം മുഴുവൻ അതാണ്. ലോകം മുഴുവൻ കൃഷിയെ മറന്നിട്ട് മുന്നോട്ടുള്ള പോക്കാണിപ്പോൾ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കാശ് കൊടുത്താൽ എന്ത് സാധനവും മാർക്കറ്റിൽ നിന്ന് തിന്നാനുള്ളത് കിട്ടും. അതിന് ഷോപ്സ് ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ കൃഷിക്കാരനെ എന്തിനറിയണം? കൃഷി എന്തിനു ചെയ്യണം? അതിലാണ് പറ്റിയിരിക്കുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ അവരവർക്ക് വേണ്ടതിൻ്റെ നല്ലൊരു ശതമാനം അവരവർ കൃഷി ചെയ്തിരുന്നു. കൃഷി മാത്രമായിരുന്നു വരുമാന മാർഗം. നല്ല പശുവിൻ്റെ എണ്ണം, കൃഷിഭൂമിയുടെ എണ്ണം, തെങ്ങിൻ്റെ എണ്ണമൊക്കെ ആയിരുന്നു അവൻ്റെ സമൂഹത്തിലെ അന്തസ്സ്. ഇപ്പോൾ പണ്ട് കാലത്ത് പെണ്ണ് കാണാൻ വരുമ്പോൾ ഒരു തൊറു, അതായത് പശുവിന് തിന്നാനുള്ള കച്ചിലിട്ടിരിക്കുന്ന തൊറു ഒരു മാനദണ്ഡമായിരുന്നു. ആ കുടുംബത്തിൻ്റെ അന്തസ്സിൻ്റെ മാനദണ്ഡമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു തൊറു ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത്. അപ്പം മനുഷ്യനെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്കുള്ള ഒരു പോക്ക് അത് വളരെയധികം അഡ്വാൻസ് ചെയ്തു. പക്ഷേ അത് മുഴുവൻ നമുക്ക് ദോഷകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പഴയ രീതിയിലേക്ക് നമുക്ക് കൃഷി പോകാൻ പറ്റില്ല. പക്ഷെ കർഷകന് നല്ല അന്തസ്സോടെ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം, അതിൻ്റെ വരുമാനം, സാമ്പത്തികം തന്നെയാണ് മാനദണ്ഡം. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, സമൂഹത്തിൽ അവൻ്റെ സ്ഥാനം സാമ്പത്തികമുള്ളവൻ തന്നെ. അപ്പോൾ കൃഷിയിലൂടെ സാമ്പത്തിക സ്വരൂപണം നടത്തണം. ഒരുപാട് കോടികൾ വേണ്ട. പക്ഷെ ഒരു മീഡിയം തലത്തിലുള്ള മനുഷ്യൻ, അവന് ജീവിക്കാൻ ആവശ്യമായത് വരുമാനം കൃഷിയിലൂടെ ഉണ്ടാക്കാൻ കഴിയണം. ഒരു സാമൂഹ്യ സംവിധാനം അവൻ്റെ സോഷ്യൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പാക്കണം. ഈ ഒരു സംവിധാനം ഇനി കൊണ്ടുവരാതെ കർഷകനും ഉണ്ടാവില്ല, കൃഷിയും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഗവൺമെൻറ് വിചാരിക്കുന്നത് റോബോട്ടുകളെ ഉപയോഗിച്ച് കൃഷി ചെയ്യിക്കാം, അല്ലെങ്കിൽ ഈ കൃഷിഭൂമികൾ മുഴുവൻ കോർപ്പറേറ്റുകളുടെ കയ്യിൽ പോകും. അപ്പോൾ റോബോട്ട് വരുമ്പോൾ ഈ ഇന്നത്തെ അവസ്ഥയൊന്നും ആയിരിക്കില്ല. അത് ചവറിനേക്കാളും ഭയങ്കര ചവറായിരിക്കും തരുന്നത്, പക്ഷെ കാണാൻ ഭംഗിയായിരിക്കും. പക്ഷേ അത് കഴിച്ചാൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസോ ഒരു സാധനവും അതിനകത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് കൃഷി തിരിച്ചു പിടിക്കാനുള്ള ഒരു സംവിധാനം കർഷകനെ ജനം അംഗീകരിക്കണം. അതായത് കൃഷി ആദായകരമാകണം, ആനന്ദകരമാകണം. ഒപ്പം കർഷകനെ സമൂഹം അംഗീകരിക്കണം. അത് ആരോഗ്യം തരുന്ന ഒരു കൃഷിയുമാകണം. ശാരീരിക ആരോഗ്യം പോലെ മാനസികാരോഗ്യം തരുന്ന ഒരു കൃഷി. അത് ചെയ്യുന്നവനും കഴിക്കുന്നവനും അത് തരുന്നതായിരിക്കണം. ആ സമൂഹത്തിൽ ഇത് മേടിച്ച് കഴിക്കുന്നവന് ആരോഗ്യം തരാൻ പറ്റണം, അതിനേക്ക് ആനന്ദം അവന് കൊടുക്കാൻ പറ്റണം. ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞ പ്രക്രിയയും ഒരു ആനന്ദകരമായ ഒരു ഇതിലേക്ക് കൊണ്ടുവരാതെ ഇത് ഉണ്ടാവില്ല. ഇന്ന് കർഷകനെ ഏറ്റവും താഴത്തെ തട്ടിൽ പോയിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഒരാൾക്ക് ചെന്ന് ചോദിച്ചാൽ 3 നേരവും തിന്നുന്ന മനുഷ്യന് ഇത് എവിടെ നിന്നാണ് വരണമെന്ന് പോലും അറിയാൻ പാടില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് നെൽച്ചെടി എന്ന് പറഞ്ഞാൽ ചെടി പോലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അതുമായിട്ടുള്ള ബന്ധം വേർപെട്ടു പോകും. ഇനി അത് തിരിച്ചു പിടിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പങ്കതാക്കുക, അതിനൊരു പാർട്ടായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് കൊണ്ടുവരിക, കുടുംബങ്ങൾ മുഴുവൻ അതിനൊരു പരിഗണന കൊടുക്കുക. ആ അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം സമൂഹത്തിൽ മുഴുവൻ ഡീജനറേറ്റീവ് ഡിസീസ് പെരുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡീജനറേഷൻ്റെ കാരണം അന്വേഷിച്ച് അവസാനം ചെന്നെത്തുക മണ്ണിൻ്റെ ഡീജനറേഷനാണ് മനുഷ്യൻ്റെ ഡീജനറേഷൻ എന്ന തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ അന്നേ വരൂ. അതല്ലാതെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഫാർമർ ഫസ്റ്റും നമ്മൾ ഈ ജൈവ കൃഷിയായിട്ട് നിൽക്കുന്നവരും
മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അല്ലാതെ പണ്ടത്തെ പാരമ്പര്യ കൃഷിയും കൊണ്ടിരിക്കരുത്. ജൈവ കൃഷിയിൽ പണ്ടത്തെ പാരമ്പര്യ വിളകളോ കൃഷി രീതിയോ കൊണ്ടിരിക്കരുത്. ഇത് ചുറ്റിക്കറങ്ങി നാശമായിട്ട് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കൊടുക്കാൻ ഉതകുന്ന തരത്തിൽ കൃഷി ഡിസൈൻ ചെയ്ത് മോഡലുകൾ രൂപപ്പെടുത്തി വയ്ക്കുക. ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം ജയകൃഷ്ണേട്ടൻ ഒരു 15 വർഷമായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന ആളാണ്. ഒരുപാട് നെൽവിത്തുകൾ സംരക്ഷിക്കുകയും മറ്റ് കിഴങ്ങ് വിളകളും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കർഷകൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന നേരം ജയകൃഷ്ണേട്ടൻ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു സാധനം, ആരോഗ്യം ഫാഷനായിട്ട് കാണുന്നൊരു സമൂഹം വരുമ്പോൾ കർഷകന് പ്രാധാന്യം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നത്തെ നമ്മളുടെ ഫാഷൻ പലപ്പോഴും ആരോഗ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു സാധനം. കാരണം വലിയ വലിയ ഡോക്ടർമാർ പോലും കഴിക്കുന്ന ആഹാരം പലപ്പോഴും അവർക്ക് ഭക്ഷണത്തിൻ്റെ പല തലങ്ങളും വ്യത്യാസമായിരിക്കും. അതിൻ്റെ അകത്ത് എന്തെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നോ, അല്ലെങ്കിൽ അത് എത്രത്തോളം രോഗം തരുന്നുള്ളത് പഠനങ്ങൾ ഒരുപാടുണ്ട്. അതുപോലുമല്ല ഇന്ന് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കർഷകരെടുത്ത് അല്ലെങ്കിൽ നമ്മളെടുത്ത് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം തോന്നുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രോഗമുള്ള ആളുകൾക്ക് അവർക്ക് മരുന്നിൻ്റെ കൂടെ ഇത്തരം ഭക്ഷണം കൂടി അവർക്ക് ആവശ്യമുണ്ട് രോഗത്തിൻ്റെ അകത്ത് റിലീസാവാൻ എന്നുള്ളൊരു ബോധ്യമുള്ള ആളുകൾ. പിന്നെ വളരെ ചുരുങ്ങിയൊരു ശതമാനം ആളുകൾ രോഗം വരാതിരിക്കാൻ ഇത്ര സാധനം വേണമെന്ന് ചിന്തിക്കുന്നു. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ അവരോട് നമുക്ക് സ്നേഹം. കാരണം രോഗമുള്ള ഒരാളുകളുടെ മാറ്റുക എന്നുള്ളതിലപ്പുറം രോഗം വരാതിരിക്കുക എന്നുള്ളൊരു സാധനത്തിനാണ് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളുടെ ആശയമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ വരുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ്. നമുക്കിപ്പോൾ കർഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ അവർക്കൊരു സാധനം കൊടുക്കുമ്പോൾ നമുക്കൊരു കാശ് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ അത്തരം ആളുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആശയത്തിനോടുണ്ടാകുന്നൊരു സന്തോഷം ഭയങ്കര വലുതാണ്. പക്ഷേ പലപ്പോഴും അത്തരം ആളുകൾ വളരെ കുറവാണെന്നുള്ളതാണ്. ഇന്നത്തെ വിവരം വിദ്യാഭ്യാസമുള്ള പലപ്പോഴും പല കർഷകരുടെ മക്കൾക്ക് പോലും അറിയില്ല അവരുടെ അച്ഛനും അമ്മയും എവിടെയാണ് കൃഷി ചെയ്യുന്നത്, എന്താണ് കൃഷി ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത്. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ല തൻ്റെ മക്കൾക്ക് ഈ സാധനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നത് തൻ്റെ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, അല്ല അവരുടെ ഭാവിക്ക് വേണ്ടിയാണ്. പലപ്പോഴും അവർക്ക് വിദ്യാഭ്യാസം അല്ല അവരെ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ ആയിരിക്കും അവരുടെ ജീവിതം അച്ഛനും അമ്മയും പലപ്പോഴും കാണുക. പക്ഷേ ഇവരുടെ മക്കളുടെ മക്കളോ വരുന്ന സാർ പറഞ്ഞ പോലെ ഡീജനറേഷൻ എന്നുള്ളൊരു അവസ്ഥയെപ്പറ്റി ഇവരാരും ചിന്തിക്കുന്നു പോലില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം. കാരണം നമ്മളുടെ ഓരോ തലമുറ ഇപ്പോൾ ജീവിതശൈലി, ക്യാൻസർ പോലും ജീവിതശൈലി രോഗങ്ങൾ വളരെ ഓമനപ്പേരിട്ട് വിളിക്കുന്നൊരു സാധനം നമ്മൾ വളരെ സ്വാഭാവികമായിട്ടും. പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും വരാനുള്ളതാണെന്നുള്ള. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പല സമയത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഏതായാലും ഞങ്ങൾക്ക് കാര്യം കണക്കാണ്, വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണുള്ളത്? പക്ഷെ അറിയാഞ്ഞിട്ടല്ല പലപ്പോഴും. പക്ഷെ ബാക്കിയുള്ള പല സാധനത്തിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസിൻ്റെ ഒരു ഭാഗം ഇതിനും കൂടി കൊടുത്തിരുന്നെങ്കിൽ കർഷകരും മെച്ചപ്പെടും, നമ്മുടെ പരിസ്ഥിതിയും മെച്ചപ്പെടും, നമ്മുടെ നാടും മെച്ചപ്പെടും. പ്രത്യേകിച്ച് ആനന്ദകരമായ ഒരു സമൂഹം കാനഡയിലോ ഓസ്ട്രേലിയയിലോ ബാക്കിയുള്ള പല സ്ഥലത്തോ ഇസ്രായേലിലോ പോയി സ്വപ്നം കാണാണ്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രത്തോളം പ്രകൃതി നമ്മൾ സമ്പന്നം തന്നെയാണെന്നാണ് അല്ലേ സാറേ നമുക്ക് തോന്നുന്നൊരു സാധനം. നമ്മളെപ്പോലുള്ള കർഷകരൊക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കാരണം ഇത്തരം ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരണമെന്നും അല്ല അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടി. ഞാനൊക്കെ ഇപ്പോൾ 100-200ഓളം നെൽവിത്തുകൾ സംരക്ഷിക്കുന്നു, അല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതൊന്നും ചെയ്യുന്നു. ഇത് എനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല, അടുത്ത തലമുറയ്ക്കും കൂടി ഇത് വേണം, അല്ല നമ്മളുടെ ഒരു പുതിയൊരു സമൂഹത്തിന് വേണം. ഇതെന്താ പറയുക, നമ്മളുടെ ശരിക്കൊരു കർമ്മമായിട്ടോ അല്ലെങ്കിൽ ശരിക്കും നമ്മൾ കർമ്മം ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അണ്ണം പറഞ്ഞതുപോലെ ഇത് തിരിച്ചു പറയുന്നൊരു സമൂഹം വരും, അതിന് യാതൊരു സംശയമില്ല. കാരണം നമ്മളുടെ മക്കൾ 10-15 വയസ്സാകുമ്പോൾ തന്നെ ഇപ്പം തന്നെ ഷുഗർ, പ്രഷർ പോലുള്ള പല രോഗങ്ങളുടെ അടിമകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകൾ പലവർക്കും അറിയാം. അപ്പോൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പലപ്പോഴും തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെപ്പോലുള്ള ആളുകൾ കാത്തു സൂക്ഷിക്കുന്നത് എന്തായാലും തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കാം നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അത് എത്രത്തോളം ഗുണകരമാണ് അല്ല എത്രത്തോളം വലിയ പ്രവർത്തനമാണെന്നുള്ളത് ഭാവിയായിരിക്കും തീരുമാനിക്കുക. തീർച്ചയായിട്ടും യാതൊരു സംശയവും അതിന് വേണ്ട. നമ്മൾ ജൈവ കൃഷിയിൽ നിൽക്കുന്നവർ കുറച്ച് നാളുകൂടി അതിൽ ഉറച്ചു നിൽക്കണം. നമ്മൾ വ്യക്തികൾ നിലയ്ക്ക് നമുക്കത്ര എത്രത്തോളം പ്രാധാന്യം ഇല്ലെങ്കിലും നമ്മൾ ഉന്നയിക്കുന്ന ആശയങ്ങൾ എന്തായാലും നാളെ കാലിക പ്രസക്തമായ സാധനമായിരിക്കും. ഇത്തരം സാധനങ്ങൾക്ക് ആശയങ്ങൾക്ക് പ്രസക്തി ഇല്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് നമ്മൾ മാത്രമല്ല, ഇത് കർഷകരെ അറിയില്ല എന്നുള്ള ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ അറിയുന്നൊരു സത്യമാണ്, പരമാർത്ഥ സത്യമാണ്. പക്ഷെ ആരും ആ സത്യത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഈ യാഥാർത്ഥ്യം. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ യാഥാർത്ഥ്യം നടപ്പിലാകാൻ എന്ത് ചെയ്താൽ മതി എന്നുള്ളത്.
എന്ത് ചെയ്താൽ മതി. നമ്മൾ കുറച്ച് പേര്, വളരെ വിരലെണ്ണാവുന്ന പേര് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഒരു യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പറച്ചിൽ, ആ ശബ്ദം ഒരു മന്ത്രമായി മാറും. യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കുന്നതാണ് പ്രശ്നം. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആശയമായിട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പോലും ഇതിന് പ്രാധാന്യം കൂടി. അത് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. എന്ത് യാഥാർത്ഥ്യവും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അത് ഇതിലും കാരണം മന്ത്രശക്തിയുണ്ട് അതിന്. ഇത്തരം കർഷകരോടുള്ള ഒരു സ്നേഹമായ ഒരു മനോഭാവം പോലും തോന്നിക്കഴിഞ്ഞാൽ പോലും ഈ മേഖല ചിലപ്പോൾ ഒരുപാട് വളരും. അവരോടുള്ള ഒരു വാക്കോ, അവരോട് ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിച്ചോളെന്ന് പോലും ഇല്ല, പക്ഷെ അവരോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു നോട്ടം പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോലും ഈ മേഖലയ്ക്ക് ഉണ്ടാകുന്ന വളർച്ച ചിലപ്പോൾ ഭയങ്കര വലുതായിരിക്കും. വേലായുധേട്ടൻ എന്താണ് തോന്നുന്നത്? യഥാർത്ഥത്തിൽ കേരളം കൃഷിയും കർഷകരെയും മറന്നു തുടങ്ങിയോ? ഇതിപ്പോൾ യഥാർത്ഥത്തിൽ അനുഭവം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അത് അനിവാര്യതയായി വരുമ്പോൾ എല്ലാം റീ ഓപ്പൺ ചെയ്യുന്നുള്ള ഉറപ്പല്ലേ. അതെ, ഏത് പ്രശ്നവും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-50 കൊല്ലം മുമ്പ് നമ്മളെ പ്രമാണങ്ങൾ, അതായത് ആധാരം ഒക്കെ പരിശോധിച്ചാൽ എല്ലാവരും കൃഷിയാണ്. ആരും ഇന്ന തറവാട്ടിൽ ഇന്നയാള്, ഇന്നയാളെ മകൻ കൃഷി, ജോലി, അതും സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അന്നതായിരുന്നു. വ്യവസായ വിപ്ലവം വന്നതിനോടുകൂടെ എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ളതിലേക്ക് എല്ലാവരും മാറിയപ്പോൾ കൃഷിനെ മറന്നു. അപ്പം ഇത് ഇപ്പം രോഗാതുരതയും നമ്മളെ പ്രകൃതിയും ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന മാരക രോഗങ്ങളും ഇതൊക്കെ വന്ന് പെടുമ്പോൾ ഇതൊരു അനിവാര്യതയായി വരും. അപ്പം അതുവരെ യഥാർത്ഥ കർഷകരൊക്കെ കുറച്ച് സഹിക്കണം. ആ സൈക്കിളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെ, അത് വീണ്ടെടുത്താൽ ഈ ചോദ്യത്തിന് ഉത്തരേ കർഷകൻ മറന്നോ എന്ന ചോദ്യം പ്രസക്തമല്ലാതെ ആവുന്ന ഒരു കാലം വരും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അത് വരെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ പിന്നെ നാലാണത്ത് ഭ്രാന്തൻ്റെ മാതിരി ഭ്രാന്തനാണ്. അതെ അതെ തീർച്ചയായും.